നടൻ സിദ്ദിഖിനെതിരായി ഗൗരവമായ ആരോപണങ്ങളാണ് മൊഴിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കുറ്റം ആണ് ചുമത്തിയിരിക്കുന്നത്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഏറ്റവും ഗൗരവമർഹിക്കുന്ന കേസും ഇതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മസ്കറ്റ് ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തി. അവിടെ നിന്ന് അവിടുത്തെ രജിസ്റ്റർ ഈ മസ്കറ്റ് ഹോട്ടലിൻ്റെ അധികൃതർ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ സിദ്ദിഖ് ഈ ആരോപണം അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ആ രജിസ്റ്ററിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതായാലും സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ നിയമ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. ഇതുവരെ CJM കോടതിയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ളൊരു ഷെഡ്യൂൾ ആയിട്ടില്ല. അതിന് കാത്തുനിൽക്കുകയാണ് അന്വേഷണ സംഘം. അത് കഴിഞ്ഞാൽ സിദ്ദിഖിനെതിരെ അടുത്ത നടപടികളിലേക്ക് പോകും. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ഇങ്ങനെയാണ്: സിദ്ദിഖ് ഏതെങ്കിലും കാരണവശാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ നടപടികൾ കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും. അതല്ലാതെ അന്വേഷണ സംഘത്തിന് മറ്റ് പോംവഴികളില്ല. കാരണം അത്രയും ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. സിദ്ദിഖിനെതിരായ പരാതിയിൽ, അതായത് ഈ 2016 കാലത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തനിക്കെതിരെ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യുവനടി പറഞ്ഞിരിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള തെളിവുകൾ കൂടി രേഖയിൽ നിന്ന് കിട്ടുകയാണ് എങ്കിൽ ഇപ്പോൾ സിദ്ദിഖ് ഈ പരാതിക്കാരിക്കെതിരെ നൽകിയിരിക്കുന്ന കേസുകളിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം സാഹചര്യ തെളിവുകൾ പ്രധാനമാണ്. നിലവിൽ പോലീസ് ആ സാഹചര്യ തെളിവുകൾ സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നത്. അതിൽ സിദ്ദിഖ് ആ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് സിദ്ദിഖിനെ സംബന്ധിച്ച് ഗുരുതരമായ തിരിച്ചടിയാണ്. മാത്രമല്ല, ഈ പരാതി നൽകിയ യുവനടി മറ്റ് ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. അതായത് ഡിജിറ്റൽ തെളിവുകൾ, ഈ വാട്സപ്പ് ചാറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാറ്റിംഗ് അടക്കമുള്ള തെളിവുകൾ കൂടി കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതൊക്കെ കൃത്യമായ തെളിവുകളായി ഈ അന്വേഷണത്തിൽ മാറുകയും ചെയ്യും. അത് സിദ്ദിഖിന് കൂടുതൽ നിയമക്കുരുക്കുണ്ടാകും. ഏതായാലും ബലാത്സംഗ കുറ്റം അടക്കം ചുമത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മൊഴിയിലുമുണ്ട്. അപ്പോൾ അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് സിദ്ദിഖിന്റെ കേസിനെ അന്വേഷണ സംഘം കാണുന്നത്. മാധു, ശരി. ഒറ്റ കാര്യം കൂടി, വളരെ ചുരുങ്ങിയ ഒരു കാര്യം, അതായത് ഈ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ എന്താ വിവരമാണ് ലഭ്യമാകുന്നത് എന്നുള്ളത് അന്വേഷണ സംഘം കോടതിയിൽ മാത്രം അറിയിക്കുന്ന ഒരു കാര്യമായിരിക്കുമോ? തീർച്ചയായിട്ടും. ഈ അന്വേഷണത്തിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. തെളിവുകൾ എന്തൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യം അന്വേഷണ സംഘം വ്യക്തമാക്കുന്നില്ല. ഈ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ലഭിച്ച രജിസ്റ്ററിലുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷണ സംഘം കൈമാറാൻ സാധ്യതയില്ല. പക്ഷേ അത് കോടതിയിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വാദഗതികളൊക്കെ വരികയാണെങ്കിൽ അത് കോടതിയിലേക്ക് വരികയും ചെയ്യും. ഏതായാലും സിദ്ദിഖിനെതിരെ പ്രാഥമികമായ, അല്ലെങ്കിൽ സിദ്ദിഖ് ആ ദിവസം, കുറ്റം നടന്ന ദിവസം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും നിർണായകമായ ഒരു വിവരം ലഭ്യമാകേണ്ടത് മസ്കറ്റ് ഹോട്ടലിലെ ആ രേഖകളിൽ നിന്ന് തന്നെയാണ്. പരാതിക്കാരി ഉന്നയിക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നു, മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട സാഹചര്യ തെളിവായി സിദ്ദിഖിന് മുന്നിൽ വരും, സിദ്ദിഖിനെതിരെ വരും.